നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ചെർപ്പളശ്ശേരിയിൽ ചായക്കടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറി ഒരു മരണം. മരിച്ചത് കൊടൈക്കനാലിൽ ഉല്ലാസയാത്ര കഴിഞ്ഞ് മടങ്ങിയ തിരൂർ സ്വദേശി. കൊട്ടാരക്കരയിൽ കാൽനട യാത്രക്കാരനെ കാറ് ഇടിച്ചു തെറിപ്പിച്ചു. നിലമേലിൽ രോഗിയുമായി പോയ ആംബുലൻസ് മറിഞ്ഞു. എറണാകുളം വെടിമറയിൽ വൻ തീപിടുത്തം. പ്ലാസ്റ്റിക് ഉപകരണ നിർമ്മാണശാല കത്തി നശിച്ചു. ആളപായമില്ല. കുരുമുളക് ഉൽപാദനം കുറഞ്ഞു. ഇടുക്കിയിലെ കർഷകർ പ്രതിസന്ധിയിൽ. ചതിച്ചത് വേനൽ മഴ. തിരികൾ പൂർണ്ണമായി നശിച്ചു. ജീവിത പ്രതിസന്ധിയിൽ മലയാളത്തിന്റെ ദേശീയ കായിക താരം കുറുമ്പാക്കുട്ടി. കയറിക്കിടക്കാൻ ഇന്നും വീടില്ല. പി.ടി. ഉഷയ്ക്കും ഷൈനി വിൽസനുമൊപ്പം പങ്കെടുത്ത താരത്തിന്റെ മെഡലുകളും നശിക്കുന്നു. വിശദമായി നോക്കാം. പാലക്കാട് ചെർപ്പളശ്ശേരി അടയ്ക്കാപുത്തൂരിൽ ചായക്കടയിലേക്ക് പിക്കപ്പ് വാൻ ഇടിച്ചു കയറിയ ഒരു മരണം. മലപ്പുറം തിരൂർ സ്വദേശി തഹസീലാണ് മരിച്ചത്. ചായക്കടയ്ക്ക് മുന്നിൽ നിന്നിരുന്ന യുവാക്കളാണ് അപകടത്തിൽ പെട്ടത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. കൊടൈക്കനാൽ വിനോദയാത്രയ്ക്ക് പോയി തിരിച്ചു വരികയായിരുന്നു തഹസീലും സുഹൃത്തുക്കളും. അപകടത്തിൽ പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എറണാകുളം വെടിമറയിൽ പ്ലാസ്റ്റിക് ഉപകരണ നിർമ്മാണശാല കത്തി നശിച്ചു. വാട്ടർ ടാങ്കുകൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ആളപായമില്ല. ഇന്നലെ അർദ്ധരാത്രിയാണ് തീപിടുത്തം ഉണ്ടായത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കുടുംബം ഇന്ന് പരാതി നൽകിയേക്കും. വിദേശത്ത് നിന്ന് നാട്ടിലെത്തിയ കുടുംബം അല്പസമയത്തിനകം പാലായിലെ വസതിയിലെത്തും. ജിസ്മോളുടെ ഇടവക പള്ളിയിൽ സംസ്കാരം നടത്താനുള്ള ചർച്ചകളും തുടരുകയാണ്. ജിസ്മോളും മക്കളും ആത്മഹത്യ ചെയ്തത് കുടുംബ വഴക്കിനെ തുടർന്നാണെന്ന് ആരോപണമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പിതാവ് എടുക്കുന്ന തീരുമാനമാകും നിർണായകം. നാട്ടിലുള്ളവരുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പരാതി ലഭിച്ചാൽ ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും ഉൾപ്പെടെയുള്ള വകുപ്പുകളും ചേർത്ത് പോലീസ് കേസെടുക്കും. കുടുംബത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഏറ്റുമാനൂർ പോലീസ്. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജിസ്മോളുടെ ഇടവക പള്ളിയിൽ സംസ്കാരം നടത്തുമെന്നാണ് സൂചന. പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജ്ഞാനായ സഭാ നേതൃത്വം ഇടപെട്ട് ചർച്ചകൾ നടത്തിവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞാണ് ജിസ്മോളും മക്കളും പേരൂരിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ആദ്യം തൂങ്ങി മരിക്കാനും പിന്നീട് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനും ശ്രമം നടത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ പ്രാഥമിക വിവരങ്ങളും ഇതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് 18 കോട്ടയം. 3 തലമുറയിൽപ്പെട്ട അധ്യാപകരും ശിഷ്യരും ഒരേ മൂല്യനിർണ്ണയ ക്യാമ്പിൽ വന്നാൽ എങ്ങനെയുണ്ടാവും? അപൂർവമായ തലമുറ സംഗമത്തിന് വേദിയായിരിക്കുകയാണ് കുറ്റിപ്പുറത്തെ മൂല്യനിർണ്ണയ ക്യാമ്പ്. ഒരു മുതിർന്ന അധ്യാപകനും അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ആളും അദ്ദേഹത്തിന്റെയും ശിഷ്യയുമാണ് ഒരേ ക്യാമ്പിൽ സംഗമിച്ചത്. കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂല്യനിർണ്ണയ ക്യാമ്പിനെത്തിയതാണ് ഈ 3 അധ്യാപകരും. എന്നാൽ ഈ സംഗമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അപൂർവമായ ഗുരു ശിഷ്യ സംഗമമാണ് ഇത്. തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ TV രഘുനാഥ് മൂല്യനിർണ്ണയ ക്യാമ്പിൽ ഡ്യൂട്ടിക്കെത്തിയപ്പോഴാണ് ശിഷ്യനായ K കിഷോറിനെ കണ്ടത്. മൂല്യനിർണ്ണയ ഡ്യൂട്ടിക്കെത്തിയതാണ് കിഷോറും. ഡ്യൂട്ടി പുരോഗമിക്കുന്നതിനിടെയാണ് ഒരാളെ കൂടി കണ്ടുമുട്ടിയത്. കിഷോറിന്റെ ശിഷ്യയായിരുന്ന ശില്പ. ക്യാമ്പിലൊരു അപൂർവമായൊരു സംഗമം ഉണ്ട് എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത. എൻ്റെ അധ്യാപകനായിരുന്ന രഘു സാറ് അക്കൗണ്ടൻസിയുടെ അധ്യാപകനായിരുന്നു. ആ സാറ് കൂടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2006-07 കാലഘട്ടത്തിൽ എൻ്റെ വിദ്യാർത്ഥിയായിരുന്ന +2 വിദ്യാർത്ഥിയായിരുന്ന ശില്പ. ഇപ്പോൾ ശില്പ കൂട്ടായി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, കൊമേഴ്സ്. ഞങ്ങൾ 3 പേരും ഒരേ വിഷയം ഇവിടെ വാല്യുവേഷൻ നടത്തുന്നു. കൊമേഴ്സിലെ വാല്യുവേഷൻ ക്യാമ്പിൽ ഒത്തുകൂടുന്നു എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമായതുകൊണ്ടാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. അങ്ങനെ 3 തലമുറയിൽപ്പെട്ട അധ്യാപകർ ഒപ്പമിരുന്ന ഉത്തരക്കടലാസുകൾ നോക്കി തുടങ്ങി. ശിഷ്യനോടും ശിഷ്യന്റെ ശിഷ്യയോടും ഒരുമിച്ച് ജോലിയെടുക്കാൻ കഴിഞ്ഞത് അപൂർവ ഭാഗ്യമെന്ന രഘുനാഥ്. ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അധ്യാപകൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭമായൊരു മുഹൂർത്തം തന്നെയാണത്. വളരെ സന്തോഷകരമായൊരു മുഹൂർത്തമാണ്. പഠിപ്പിച്ച ആൾ അധ്യാപകനായിട്ട് മാറുക, ആ അധ്യാപകൻ പഠിപ്പിച്ച ഒരാൾ ഒരു ടീച്ചർ വേറൊരു അധ്യാപികയായിട്ട് മാറുക. 3 പേരും കൂടി ഒരേ സമയം വാല്യുവേഷൻ ക്യാമ്പിൽ ഒരേ വിഷയങ്ങൾ
വാല്യുവേഷന് വേണ്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായൊരു മുഹൂർത്തമാണിത്. മാത്രമല്ല, ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്നു, ഈ മാസം 31 റിട്ടയർ ചെയ്യാൻ പോകുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം കൂടിയാണ്. ഈ അധ്യാപകരെ മൂല്യനിർണ്ണയ ക്യാമ്പിലെത്തിയ മറ്റധ്യാപകരും കൗതുകത്തോടെയാണ് കണ്ടത്. രഘുനാഥ് അടുത്ത മാസം 1-ാം തീയതി സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. താനൂർ SMM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ് കിഷോർ. തിരൂർ കൂട്ടായി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയാണ് ശില്പ. അങ്ങനെ മൂല്യനിർണ്ണയ ക്യാമ്പ് ഒരു തലമുറ സംഗമമായി മാറി. ന്യൂസ് 18 കുറ്റിപ്പുറം. PT ഉഷയോടും ഷൈനി വിൽസനുമൊപ്പം ദേശീയ തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്ന കായിക താരം കേറിക്കിടക്കാൻ ഒരു വീടിനായി നെട്ടോട്ടം ഓടുകയാണ്. ചങ്ങരകുളം ചിയ്യാനൂർ സ്വദേശിയായ കുറുമ്പക്കുട്ടിയാണ് സ്വന്തമായി ഒരു വീടില്ലാതെ ദുരവസ്ഥയിലുള്ളത്. സ്കൂൾ പ്രീ ഡിഗ്രി കാലയളവിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത കുറുമ്പാക്കുട്ടിയുടെ ജീവിതം ഏറെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിറഞ്ഞതായിരുന്നു. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങളിൽ എല്ലാം കൈവിട്ടുപോയി. അത്ലറ്റിക് മത്സരങ്ങളിൽ പങ്കെടുത്ത് ജനശ്രദ്ധയാകർഷിച്ച കുറുമ്പാക്കുട്ടിയുടെ പേരിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സർക്കാർ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചു നൽകിയത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. തൃശൂർ സ്വദേശിയായ ഇവർ 2 പതിറ്റാണ്ടായി ചങ്ങരംകുളത്ത് ഭർത്താവ് തങ്കപ്പനൊപ്പം വാടക വീട്ടിലാണ് താമസം. സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിരവധി പേരെ സമീപിച്ചെങ്കിലും പരിഹാരമായില്ല. എനിക്ക് വീടാണ് ആവശ്യം. വാടക കൊടുത്ത് തോറ്റു സാറേ. ഇപ്പം 4000 രൂപ ഇതിന് കൊടുക്കണം. ഇവിടെ 25 വർഷമായി ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നിട്ട്, ആലങ്കോട് പഞ്ചായത്തിൽ വന്നിട്ട്. 2000 വന്നതാണ് ഞാൻ. ഇപ്പം 2025 ആയില്ലേ. ഷൈനിയുടെ കൂടെ 800 പങ്കെടുത്തിട്ട് 800 സെക്കൻഡ്. പിറ്റിഷയുടെ കൂടെ 110 മീറ്റർ ഹഡിൽസിന് സെക്കൻഡ്. സൂക്ഷിക്കാൻ ഇടമില്ലതായതോടെ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഉപേക്ഷിക്കുകയും നശിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. PT ഉഷയോടും ഷൈനി വിൽസനുമൊപ്പം ദേശീയ തലത്തിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നയാളാണ് കുറുമ്പാക്കുട്ടി. ഇന്ന് കയറിക്കിടക്കാൻ സ്ഥലമില്ലാതെ ഒരു വീടിനായി നെട്ടോട്ടമോടുകയാണിവർ. ന്യൂസ് 18 തിരൂർ. ഇടുക്കി വാത്തിക്കുടിയിലെ ലൈഫ് ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അപാകതയെന്ന് നാട്ടുകാർ. ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം. വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരിയിലാണ് 28 കുടുംബങ്ങൾക്കായുള്ള ഫ്ളാറ്റ് നിർമ്മാണം. 90 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ ഗുണനിലവാരത്തിൽ അടക്കമാണ് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത്. മുറിയുടെ ഭിത്തി നിർമ്മാണം ഇരുമ്പ് ചതുര പൈപ്പുകളിലാണെന്നും കനം കുറഞ്ഞ തകിട് ഉപയോഗിച്ചാണ് തറയുടെ കോൺക്രീറ്റ് എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ജനലുകളും വാതിലുകളും ഉൾപ്പെടെ മുഴുവൻ ഇരുമ്പിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ വൈദ്യുതാഘാതവും ഇടിമിന്നൽ ഭീഷണിയും ഉള്ളതായും നാട്ടുകാർ പറയുന്നു. വലിയ വ്യാപകമായ അഴിമതിയും ക്രമക്കേടുമാണ് ഈ നിർമ്മാണത്തിൽ തന്നെ ഉള്ളത്. റവന്യൂ വകുപ്പിൽ നിന്ന് 90 സെന്റ് സ്ഥലം ഈ ഭവന പദ്ധതിക്കായി വിട്ടുകൊടുത്തത് ദുരുപയോഗപ്പെടുത്തുകയും ഇത് ഇരുമ്പ് ഗേഡർ വെച്ച് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഇരുമ്പ് ഗേഡർ വെച്ചിട്ട് 4 നിലകളിലായി പണിയുമെന്നാണ് എസ്റ്റിമേറ്റ് പറയുന്നത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ അശാസ്ത്രീയതയുണ്ടെന്ന പരാതി ഉയർന്നിരുന്നു. 4,55 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. 2 വർഷം കഴിഞ്ഞിട്ടും പ്രവൃത്തി എങ്ങുമെത്തിയില്ല. വീണ്ടും 3 കോടി രൂപ കൂടി അധികമായി അനുവദിക്കണമെന്നാണ് നിർമ്മാണ കമ്പനിയുടെ ആവശ്യം. 28 വീടുകൾക്ക് 10 ലക്ഷം രൂപ ചിലവിട്ടാൽ പോലും 2.80 കോടിയിൽ വീടുകൾ പൂർത്തീകരിക്കാമെന്നിരിക്കെയാണ് അധിക തുക ആവശ്യപ്പെടുന്നത്. ഇതിൽ അന്വേഷണം വേണമെന്നും ആവശ്യമുണ്ട്. ഇത് വ്യാപകമായ ക്രമക്കേടിനും അഴിമതിക്കും ഇരയാക്കുന്ന സ്ഥിതിയാണുള്ളതെന്ന് ഏതൊരാൾക്കും നഗ്ന നേത്രത്തിൽ തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി വിജിലൻസ് അടക്കം അന്വേഷണം നടത്തിക്കൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്ന് CPIയുടെ ഇടുക്കി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുന്നു. വാത്തിക്കുടിയിലെ ലൈഫ് പദ്ധതിയിൽ അഴിമതി ഉണ്ടെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MK പ്രിയൻ ആവശ്യപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. കരാറുകാരന് പണം ലഭിക്കാതായതോടെ ഇടുക്കി നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിക്കായുള്ള കെട്ടിട നിർമ്മാണം പൂർണ്ണമായും നിലച്ചു. 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന ഉറപ്പിൽ ആരംഭിച്ച നിർമ്മാണമാണ് 5 വർഷമായിട്ടും പൂർത്തിയാകാത്തത്. ഇതോടെ നെടുങ്കണ്ടത്തെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനവും അനിശ്ചിതത്വത്തിലാണ്. 2020 മുൻപുണ്ടായിരുന്ന 3 കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റിയാണ് പുതിയ കെട്ടിട സമുച്ചയങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചത്. 7 നിലകൾ വീതമുള്ള 2 കെട്ടിടങ്ങളിലായി 150 കിടക്കകളും സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുമാണ് വിഭാവനം ചെയ്തത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 59 കോടി 30 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. എന്നാൽ യഥാസമയം കരാറുകാരന് പണം ലഭിക്കാതെ വന്നതോടെ നിർമ്മാണം പ്രതിസന്ധിയിലാവുകയായിരുന്നു. 10 കോടിയോളം രൂപ കരാറുകാരന് കിട്ടാനുണ്ട്. ഇതോടെ പണി പൂർണ്ണമായി നിർത്തിവെക്കുകയായിരുന്നു. ഈ ആശുപത്രിയുടെ പണി പൂർണ്ണമായും നിന്നിരിക്കുകയാണ്.
ഏതാണ്ട് 10ഓളം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ളത്. അവരെ അന്വേഷിച്ചപ്പോൾ അവർ മുഴുവൻ ഇതിന്റെ സൂപ്പർവൈസർമാരാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഇതിന്റെ അടിസ്ഥാനപരമായ ജോലി ചെയ്യുന്ന മുഴുവൻ ലേബേഴ്സിനെയും ഈ കരാറെടുത്തിരിക്കുന്ന കമ്പനിക്കാരൻ പിരിച്ചുവിട്ടു. ഞാൻ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഭീമമായൊരു തുക അവർക്ക് കിട്ടാനുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനി പൈസ കിട്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഒരു വർഷത്തോളമായി 10 തൊഴിലാളികൾ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടായിരുന്നത്. നിലവിൽ 4 സൂപ്പർവൈസർമാർ മാത്രമാണ് ഉള്ളത്. 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച പദ്ധതി എങ്ങും എത്താത്ത അവസ്ഥയിലാണ് നിലവിലുള്ളത്. നിലവിലെ OP-IP ബ്ലോക്കുകളുടെ അവസ്ഥയും ശോചനീയമാണ്. കെട്ടിട നിർമ്മാണം അനിശ്ചിതത്വത്തിലായതോടെ നെടുങ്കണ്ടത്തെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിൽ ഒതുങ്ങി. നിലവിൽ തോട്ടം കാർഷിക മേഖലയായ ഉടുമ്പൻചോല താലൂക്കിലെ ആരോഗ്യരംഗം ഇതോടെ പ്രതിസന്ധിയിലാണ്. ന്യൂസ് 18 ഇടുക്കി. നല്ല റോഡില്ലാത്തത് മൂലം വലയുകയാണ് കട്ടപ്പന 20 ഏക്കർ തുവരയാർ നിവാസികൾ. ശോചനീയാവസ്ഥയിലായ റോഡ് നന്നാക്കാൻ നടപടിയില്ലാത്തതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെടുന്നതാണ് 20 ഏക്കർ തുവരയാർ റോഡ്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര അസാധ്യമാണ്. നാട്ടുകാർ പലതവണ മന്ത്രിമാർക്കടക്കം പരാതി നൽകി. പക്ഷേ റോഡ് നന്നാക്കാൻ നടപടിയുണ്ടായില്ല. 20 ഏക്കർ സർക്കാർ ആശുപത്രിയിലേക്ക് ഉൾപ്പെടെ എത്തിച്ചേരാൻ ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത്. ഉപ്പുതറ മുതലുള്ള രോഗികളെ ഈ റോഡിൽ കൂടെ ഇങ്ങോട്ട് വരുന്നത്. ഈ റോഡിൽ കൂടെ ഒരു ഗർഭിണികളെ കൊണ്ട് വന്നാൽ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് താൽക്കാലിക ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ ഗർഭിണി പ്രസവിക്കുന്ന ഒരവസ്ഥയാണ്. ഈ മന്ത്രിയുടെ പ്രഖ്യാപനം കൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള എല്ലാ മിക്കവാറും റോഡുകളെല്ലാം ന്യായമായിട്ടുള്ള പണികളെല്ലാം കുഴിയെല്ലാം അടച്ചു. പക്ഷേ മന്ത്രി ഇത് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഫണ്ട് കിട്ടിയാത്തൊരവസ്ഥയിലാണ് ഈ ഇവിടുത്തെ പൊതുജനങ്ങളും ഈ നാട്ടിലെ നിവാസികളും നിൽക്കുന്നത്. എത്രയും വേഗം നമുക്ക് ഈ റോഡ് നന്നാക്കി തന്നെ സഞ്ചാരയോഗ്യമാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. തകർന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും പ്രയാസമെന്ന് നാട്ടുകാർ. ആശുപത്രി ആവശ്യങ്ങൾക്ക് വാഹനമെത്താത്തതാണ് നാട്ടുകാരെ കൂടുതൽ ദുരിതത്തിലാക്കുന്നത്. റോഡ് നന്നാക്കിയില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. കുരുമുളക് ഉൽപാദനം കുറഞ്ഞതോടെ പ്രതിസന്ധിയിലാണ് ഇടുക്കിയിലെ കർഷകർ. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയുമാണ് പ്രതിസന്ധിക്ക് കാരണം. പ്രതീക്ഷിച്ച വിളവില്ലാത്തതാണ് ഇക്കുറിയും കർഷകരെ വലയ്ക്കുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ വേനലിൽ കുരുമുളക് കൃഷിയിൽ മാത്രം 39 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 2100 ഏക്കറിലെ കുരുമുളക് പൂർണ്ണമായും കരിഞ്ഞുണങ്ങി. ഇത്തവണ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കർഷകർ. എന്നാൽ വേനൽ മഴ ചതിച്ചു. തുടർച്ചയായി പെയ്ത മഴയിൽ തിരികൾ പൂർണ്ണമായും നശിച്ചു. തിരികളുണ്ടാകുന്നതും ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2/3 വിളവ് മാത്രമാണ് കിട്ടിയത്. കൂടാതെ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനവും കുരുമുളക് കൃഷിയെ കാര്യമായി ബാധിച്ചു. രോഗബാധയും കൃഷി നാശവും മറ്റു കാര്യങ്ങളുമായി കേരളത്തിൽ ഇപ്പം കുരുമുളക് ഉൽപ്പാദനം വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന ഇടുക്കിയിലും വയനാട്ടിലും കുരുമുളക് കൃഷി പാടെ നശിച്ച ഒരു രീതിയാണ്. സാധാ കുരുമുളക് കർഷകർക്ക് പ്രയോജനം ചെയ്യാത്ത രീതിയിലാണ് കുരുമുളക് കൃഷി മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിക്കാർ കുരുമുളക് കൃഷി തന്നെ പാടെ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇത്തവണ 700 രൂപയിലധികം കുരുമുളകിന് വിലയുണ്ടെങ്കിലും ഉൽപാദനമില്ലാത്തതിനാൽ കർഷകന് ഇതിന്റെ ഗുണം കിട്ടുന്നില്ല. സംസ്ഥാനത്തെ കുരുമുളക് കൃഷിയിലും ഗണ്യമായ കുറവുണ്ടായി. മുമ്പ് 86,541 ഹെക്ടറിലധികം സ്ഥലത്ത് കൃഷിയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കുരുമുളക് കൃഷിയുള്ളത് 70,000 ഹെക്ടറിൽ മാത്രം. സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രയാസത്തിലാകും കർഷകർ. ന്യൂസ് 18 ഇടുക്കി. മേഖലയിൽ വിപ്ലവം തീർക്കുകയാണ് കൊല്ലം ചാത്തന്നൂരിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ആണ് ഇവർ നടപ്പിലാക്കുന്നത്. സർഗം സംഘ കൃഷി ഗ്രൂപ്പിലെ അംഗങ്ങളാണ് കൃഷി ഇറക്കുന്നത്. അനിതയും അമ്പിളിയും ഗീതയും രേണുകയുമെല്ലാം കൃഷിത്തിരക്കിലാണ്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ കൃഷി വിജയകരമായതോടെയാണ് ഇവർ പുതിയ പരീക്ഷണത്തിന് ഇറങ്ങിയത്. സർഗം സംഘകൃഷി ഗ്രൂപ്പ് അംഗങ്ങളാണിവർ. ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് രീതിയിലാണ് നടപ്പാക്കുന്നത്. ചാത്തന്നൂർ പാലവിള ഏലായിൽ 1 ഏക്കർ നിലം പാട്ടത്തിനെടുത്താണ് കൃഷി. കാടുമൂടിയ പ്രദേശം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് കൃഷിയോഗ്യമാക്കുകയായിരുന്നു. ജലസേചനത്തിനായി കിണറും കുഴിച്ചു. ട്രിപ്പ് ഇറിഗേഷൻ വഴി കൃഷിയിടങ്ങളിലേക്ക് വെള്ളവും എത്തിച്ചു. ചീര, വെണ്ട, പടവലം, പാവൽ, വാഴ, കുക്കുംബർ, പച്ചമുളക് എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. ഇത് കുടുംബശ്രീ മിഷന്റെ ഭാഗമായിട്ട് നമ്മൾ 1 ഏക്കറിൽ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് ചെയ്തതാണ്.
അപ്പോൾ ഇതിൽ പകുതി ഏരിയയോളം നമ്മൾ മൾച്ചിങ് ഷീറ്റ് വെച്ചിട്ട് കള കയറാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് മൾച്ചിങ് ഷീറ്റ് വെച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പന്തൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഓപ്പണായിട്ട് ഷീറ്റ് ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത്. മെച്ചപ്പെട്ട ഉൽപാദനക്ഷമത, ജലസംരക്ഷണം, കൂടുതൽ വിളവ് എന്നിവ ലക്ഷ്യമാക്കിയാണ് നൂതന കൃഷിരീതികൾ പരീക്ഷിക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച വരുമാനം നേടാൻ സഹായകരമായ പദ്ധതിക്കായി കൃഷിവകുപ്പിന്റെ പരിശീലനവും ജനപ്രതിനിധികളുടെ പിന്തുണയുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എന്ന് കുടുംബശ്രീയിൽ ഇറങ്ങി അന്ന് മുതൽ നമ്മളിവിടെ കൃഷി ചെയ്യുമായിരുന്നു. പക്ഷെ ഇത്ര വിപുലമായിട്ടില്ല, എങ്കിലും ചെറിയ രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. ചീരയൊക്കെ വർഷം ഞാൻ ചെയ്യുമായിരുന്നു. ചിലപ്പോൾ നഷ്ടം വരും, ചിലപ്പോൾ ലാഭം വരും. എന്നാലും ഇത് വിട്ടുകളയാൻ മനസ്സില്ല. കൊല്ലം ജില്ലാ മിഷനും ചാത്തന്നൂർ CDSുമായി ചേർന്ന് നടപ്പിലാക്കിയ ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ് പദ്ധതിയുടെ ഉദ്ഘാടനം GS ജലാൽ MLA നിർവഹിച്ചു. ആത്മവിശ്വാസത്തോടെ കൃഷിയിലേക്ക് പൊതുസമൂഹത്തെ ഇറക്കാൻ സർക്കാർ ആലോചിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഇതുപോലെയുള്ള കുടുംബശ്രീ ജില്ലാ മിഷന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു സബ്സിഡി പ്രോത്സാഹനമായി നൽകിക്കൊണ്ട് ജനങ്ങളെ ഈ കൃഷിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക. പദ്ധതി വിജയിച്ചാൽ മറ്റിടങ്ങളിലേക്കും നൂതന കൃഷിരീതി വ്യാപിപ്പിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നു. ബിഷപ്പുമാരെ ചർച്ചയ്ക്ക് വിളിച്ച് KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചു. മുഖ്യമന്ത്രി അതിനുവേണ്ടി എന്തും ചെയ്യാമെന്ന് ഞങ്ങൾ ഇന്നാൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറയുണ്ടായി. അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നും കൂടി നമ്മുടെ KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്നുകൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളൊക്കെ കൂടി പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായിരിക്കും. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, എന്താണ് വിശദാംശങ്ങൾ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ മുനമ്പം വിഷയം വലിയ ചർച്ചയായി സജീവമായി ഉയരുന്നതിനിടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം പരിഹരിക്കാനായി ഇടപെടുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് മേജർ ആർച്ച് ബിഷപ്പായ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ ഇതിനകം KV തോമസ് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ബിഷപ്പുമാരുമായി മുഖ്യമന്ത്രി ഉടൻ തന്നെ ചർച്ച നടത്തും. ചർച്ച നടത്തുന്ന സമയമടക്കം അല്പ സമയത്തിനുള്ളിൽ ഒരുപക്ഷെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും പ്രശ്നപരിഹാരത്തിന് വലിയ താല്പര്യം മുഖ്യമന്ത്രിക്കുണ്ട്. പ്രശ്നം പരിഹരിക്കണമെന്ന ആഗ്രഹമാണ് സർക്കാരിനുള്ളത്. നിയമപരമായ പല പ്രശ്നങ്ങളും ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വശങ്ങളടക്കം പരിശോധിച്ച് ഒരു സമന്വയത്തിലേക്ക്, അഭിപ്രായ രൂപീകരണത്തിലേക്ക് എത്തുന്നതിന് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും ഇതിന്റെ ഭാഗമായാണ് KV തോമസ് വഴി സഭാ നേതാക്കളുമായി അല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാരുമായി സർക്കാർ മുഖ്യമന്ത്രി ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഇത്തരത്തിലൊരു ചർച്ച ഉണ്ടാകുമെന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കേന്ദ്രമന്ത്രി വരെ മുനമ്പത്ത് വന്നു, മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ള BJP നേതാക്കളുടെ വിമർശനങ്ങളും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതാണ്. അതിനിടയിലാണ് KV തോമസ് വഴി മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ കൂടി ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ആയിട്ട് ലഭിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി മുനമ്പം വിഷയത്തിൽ പരിഹരിക്കാൻ ഇടപെടുകയാണ്. ബിഷപ്പുമാരെ ചർച്ചയ്ക്ക് വിളിച്ച് KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എത്തുന്നത്. MS അനീഷ് കുമാറാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പരമ്പരാഗത തൊഴിലും വിപണിയും ഒരുക്കാൻ പദ്ധതിയുമായി ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘം ആദിവാസി വിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനമാണ് ഉണർവ് സഹകരണ സംഘം ലക്ഷ്യമിടുന്നത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വെൺമണിക്ക് സമീപം പാലപ്ലാവിലാണ് ഉണർവ് പട്ടികവർഗ വിവിധോദ്ദേശ സഹകരണ സംഘം പ്രവർത്തിക്കുന്നത്. ആദിവാസി ജനവിഭാഗത്തിന്റെ പരമ്പരാഗത തൊഴിലുകൾ നിലനിർത്താനും ഇതിലൂടെ ഇവിടുത്തെ കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനം കണ്ടെത്താനുമാണ് ലക്ഷ്യം. കണ്ണാടിപ്പ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി ട്രൈബൽ കുടുംബങ്ങൾക്ക് അവരുടെ ജീവിത ഉന്നമനത്തിന് ഉതകുന്ന സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് കൈവരിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ട്രൈബൽ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന്റെ ഭാഗമായി നമുക്ക് വനവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ബാംബു ക്രാഫ്റ്റ് യൂണിറ്റ് നേതൃത്വം നൽകുന്നുണ്ട്.
വനവിഭവശേഖരണം, ബാംബു ക്രാഫ്റ്റ് യൂണിറ്റ് അടക്കമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. പ്രധാനമായും ഈറ്റയും മുളയും ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. കരകൗശല വസ്തുക്കൾ, പനമ്പ്, പായ, കണ്ണടിപ്പായ തുടങ്ങിയവയുടെ നിർമ്മാണവും വിൽപ്പനയുമുണ്ട്. കൂടാതെ തഴപ്പായ, പുൽപ്പായ, ജനൽ കർട്ടൻ, സാമൂഹ്യ വനവൽക്കരണത്തിന് ആവശ്യമായ മരത്തൈകൾ പാകപ്പെടുത്തുന്ന നഴ്സറിയും പോളി ഹൗസുമുണ്ട്. 30ഓളം തൊഴിലാളികൾ ഉണ്ട്. അവർക്ക് തൊഴിൽ കിട്ടുന്നതിന് വേണ്ടി ആണ് സൊസൈറ്റി ഒരു മുൻപന്തി നിന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ നമുക്ക് ത്രിതല പഞ്ചായത്തുകളുടെ സഹായവും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് സഹായമൊക്കെ നമുക്ക് ഈ സൊസൈറ്റിയുടെ മുമ്പോട്ടുള്ള പ്രവർത്തനത്തിന് സഹായമായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുതുതലമുറയിൽ ഉൾപ്പെട്ടവർ ഈ രംഗത്തേക്ക് അധികം വരുന്നില്ല. പ്രായമായവരും തൊഴിൽ പരിചയമുള്ളവരും മാത്രമാണ് തൊഴിലുകളിൽ ഏർപ്പെടുന്നത്. അടുത്തിടെ കണ്ണാടിപ്പായ് നെയ്ത്ത് പരിശീലനം സംഘടിപ്പിച്ചിരുന്നു. എന്നാലും ഉണർവിന്റെ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ പേരെ മേഖലയിലേക്ക് ആകർഷിക്കാനാണ് ശ്രമം. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ വാഹനാപകടം. സ്വകാര്യ ബസ് ബൈക്ക് യാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തി. സ്ത്രീയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങുകയും ചെയ്തു. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ദിനം പ്രതി ഈ പ്രൈവറ്റ് ബസ്സുകൾ, ഈ അപകടങ്ങൾ, സ്വകാര്യ ബസ്സുകളുടെ ഈ ഒട്ടപ്പാച്ചിലുകൾ, അതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന കാഴ്ചയാണ്. ഇതിപ്പോൾ എത്ര മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് വിശദാംശങ്ങൾ? കുറച്ചു സമയം മുമ്പാണ് അപകടമുണ്ടായത്. ഇടയാക്കിയ ബസ് അല്പസമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ നീക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഈ ബസ് ഈ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് അതിന്റെ സമീപത്തു കൂടെ തന്നെ വന്നിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നമുക്ക് ആ ബൈക്കും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു. ആ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. അതായത് ഇരുചക്ര വാഹനം ഈ ബസിന്റെ ഇടതുവശം ചേർന്ന് വരികയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ വാഹനത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. അതിൽ സ്ത്രീ ഈ ബൈക്ക് ബസിന്റെ ഏതാണ്ട് മുൻഭാഗത്തേക്കാണ് തട്ടിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം യാത്രക്കാർ താഴെ വീഴുകയായിരുന്നു. ഇത്തരത്തിൽ ഈ ബൈക്കിൽ ഉണ്ടായിരുന്ന സ്ത്രീ ഈ ബസിന്റെ അടിയിലേക്ക് കയറുകയും ബസിന്റെ ചക്രം അവരുടെ ദേഹത്തൂടെ കടന്നുപോവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പമുണ്ടായിരുന്ന പുരുഷന് കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടില്ല. എന്തായാലും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവിടെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നത്. ബൈക്ക് ഇപ്പോഴും സ്ഥലത്തുണ്ട്. അല്പസമയം മുമ്പ് വാഹനം ഈ അപകടത്തിനിടയാക്കിയ ബസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് കുഴപ്പമുള്ളത്? ഈ ബസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നാണോ അതോ ഈ ഇരുചക്ര വാഹനത്തിൽ പോയവരുടെ ഭാഗത്തു നിന്നാണോ കുഴപ്പമെന്ന് അറിയുന്നതിന് CCTV അടക്കം പരിശോധിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ സ്ഥലത്തെത്തിയാണ് ഈ റോഡിലുണ്ടായിരുന്ന ചോരയും മറ്റുമൊക്കെ ഒഴുക്കിക്കളയും ഒക്കെ ചെയ്ത്. എന്തായാലും വാഹന ഗതാഗതം ഇപ്പോൾ സാധാരണ ഗതിയിലാക്കിയിട്ടുണ്ട്. ആശുപത്രിയിലായ പരിക്കേറ്റ സ്ത്രീയുടെ നില അതീവ ഗുരുതരമായി തന്നെയാണ് ഇവിടെ നിന്നും കൊണ്ടുപോയത്. അനീഷ്, ഇവരെ ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്? ഇങ്ങനെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് നീക്കിയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ അപകടാവസ്ഥയിൽ തന്നെയാണ് അവർ ഉള്ളത്. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച ആരാണ് അപകടത്തിൽ പരിക്ക് പറ്റിയവർ, എവിടെ നിന്നും വന്ന വാഹനമാണ്, എന്താണ് ഈ അപകടത്തിൽ യഥാർത്ഥമായി സംഭവിച്ചത് എന്നീ വിവരങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനകം വ്യക്തമാവും. എന്തായാലും സംഭവസ്ഥലം ഇപ്പോൾ സാധാരണഗതിയിൽ തന്നെ ഗതാഗതമൊക്കെ ആയിട്ടുണ്ട്. ഈ അപകടത്തിൽപ്പെട്ടവരുടെ ചെരുപ്പുകളും മറ്റുമൊക്കെ ഇപ്പോഴും സംഭവ സ്ഥലത്ത് കിടക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ഇത് സംബന്ധിച്ച ഈ പരിക്കേറ്റവരെ കുറിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം ലഭ്യമാണ്. വ്യക്തമാണ്, വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്നുള്ളത് മനസ്സിലാക്കുന്നു. ആരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ള വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ ലഭ്യമാകുന്നതേ ഉള്ളൂ. പോലീസ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്യുകയാണ്. ഈ വാർത്തയോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഈ സ്പോട്ട് ലൈവ് കാരണം KP അഭിലാഷ്. നമസ്കാരം.